ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷാജി പാപ്പൻ ഫുഡീസ്. ഇപ്പോൾ നമുക്കിന്ന് സ്റ്റോക്കോൺ ട്രെൻറ്റിലെ ഹാൻഡ്ലിൽ നിന്നും പീക്ക് ഡിസ്ട്രിക്റ്റിലെ ലേഡി ബോവർ റിസർവോയറിലേക്കുള്ളൊരു യാത്ര പോയാലോ. ഡെർബി ഷെയർ കൗണ്ടിയിലുള്ള റിസർവോയറാണ്. നമുക്കപ്പോൾ പീക്ക് ഡിസ്ട്രിക്റ്റ് വഴി ഒരു യാത്ര പോയാലോ. വേറെ നാട്ടിലേക്ക് ഞാനും എൻ്റെ മോനും ഹസ്ബൻഡും നോക്കാം, ഹസ്ബൻഡിൻ്റെ അമ്മയും കൂടി ഞങ്ങളൊരു യാത്ര പറ്റി ഒരു റിലാക്സേഷന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ യാത്ര തുടങ്ങി നല്ല മനോഹരമായ കുറച്ചെത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ എവിടെയോ ഒരു വഴിതെറ്റിപ്പോയെന്നോ ഉള്ളൊരു ഫീലിംഗ് പോയി. കാരണം നമ്മൾ പീക്ക് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലം കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊന്ന് ഗൂഗിളിൽ ഒരു സെർച്ച് പോലും നടത്താതെ പോയത്. അവിടെ ഒത്തിരി നല്ല രസമുണ്ട്, കാണാൻ പറ്റുന്നൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. ഞങ്ങൾ പോയി ഇങ്ങനെ ഒരു യാത്ര ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് വഴികൾ നീളെ നമുക്ക് കാണാൻ പറ്റുന്നത്. മനോഹരമായ നീലാകാശം, നല്ല തെളിഞ്ഞ മേഘങ്ങൾ, നല്ല സൈഡിലാണെങ്കിലും വ്യൂസാണ് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ മൊത്തം കിട്ടുന്നത്. ഞങ്ങളിങ്ങനെ പോയി പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. നിങ്ങൾ യാത്ര ഇവിടെ എത്തി എന്നുള്ള ഗൂഗിൾ മാപ്പിൽ നിന്നുള്ള ഇത് അത് ഞങ്ങളങ്ങോട്ട് പുറകെ നോക്കിയിട്ടൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നെ കാണാനില്ലാത്തൊരു അവസ്ഥ. ഇതുകൂടെ ഉള്ള ഈ ഒരു ഏരിയ മാത്രം ഇങ്ങനെ ഒരു ഹില്ലി ഏരിയ ആയിട്ട് മൊത്തം കാണാൻ പറ്റുന്നു. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ചുമ്മാ അങ്ങ് അടിച്ചു. ഇപ്പോൾ വേറെ ഈ നെറ്റിലടിച്ച് നോക്കിയപ്പോൾ ലേഡി ബോവർ റിസർവോയർ എന്ന് പറഞ്ഞുള്ളൊരു ഇത് ഞാൻ വെച്ചു. എന്നാൽ പിന്നെ അത് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പോയി. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ഫ്രണ്ട്സിനെ വിളിച്ച് വെച്ചപ്പോഴാണ് അറിയാൻ പറ്റിയത് അത് ഇവിടെ തന്നെയാണെങ്കിലും അതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മലയാളത്തിൻ്റെ നമ്മളിങ്ങനെ കയറി പോയിട്ട് അതിൻ്റെ മേളിൽ കയറി നിന്നിട്ടുള്ള വ്യൂസാണ് ഈ പീക്ക് ഡിസ്ട്രിക്ട് എന്നുള്ളതിനുള്ള ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്നുള്ളത്. എനിവേ ഞങ്ങളപ്പം എന്തായാലും പോയതല്ലേ എന്ന് വിചാരിച്ച് ഈ ലേഡി ബോവർ റിസർവോയർ കാണാനായിട്ട് തീരുമാനിച്ച് അങ്ങനെയുള്ള ഞങ്ങളുടെ ഒരു ദീർഘമായ ഒരു യാത്രയാണ്. വീടെല്ലാം നല്ല ഭംഗിയുണ്ട്, ഒന്നൊന്നൊന്നൊന്നി തൊടാതെയുള്ള ഡിറ്റാച്ച്ഡ് എല്ലാം നല്ല അടിപൊളി. അമ്മച്ചി ഇത് UK കുളമാവാന്ന് വിചാരിച്ചാൽ മതി. സ്ഥലം തെറ്റിയാലും തെറ്റിയില്ലല്ലോ. ഇതെങ്ങോട്ടാ? ഇങ്ങോട്ടാ. വഴിയൊക്കെ ഇത് തന്നെ കാണിക്കും. അവിടെ ചെല്ലണ കുറെ കറങ്ങണമെന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് ഡൗട്ടുണ്ട്, അന്നേരം ചോദിക്കും ഒരു ടൗണൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു.
ഗൂഗിളിലടിച്ച് നോക്കി ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഒരു കൺഫ്യൂഷനായി എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഇതിൽ മരുന്നെടുക്കരുത്. അപ്പം ഞങ്ങളവിടെ ബോട്ടിങ്ങിനുള്ള കുറച്ച് ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കൗണ്ടർ ഉണ്ട്, അവിടെ ചോദിച്ചു ഞങ്ങൾ ഇത് ബോട്ടിങ്ങിന് പറ്റുന്നതാണോ എന്ന് ചോദിച്ചു. ഇല്ല, ബോട്ടിങ്ങിനായിട്ട് അവിടെ പോയിട്ടില്ല, ഫിഷിങ്ങിനേ ഉള്ളൂ. ഫിഷിങ്ങൊന്നും വലിയ ഐഡിയയില്ലാത്തതും കൊണ്ടും പിന്നെ അതിനെ പറ്റിയൊരു ഇത് ചോദിക്കാൻ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നടന്ന് കാണാമെന്നുള്ളൊരു രീതിയിൽ കുറച്ച് നടക്കാൻ തുടങ്ങി. കണക്ഷൻസ് ആണ് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു തോന്നുന്നു. നമ്മുടെ ദൂരെ നോക്കിയിട്ട് മനസ്സിലായി. പിന്നെ ഞങ്ങളങ്ങനെ നടന്നു. ഇത് മോനും അമ്മച്ചിയും നടന്ന് ക്ഷീണിച്ചു. അവർക്ക് നടക്കാൻ പറ്റില്ല, അത് അവരുടെ ഓൾറെഡി ഇരിപ്പായി. അവർ പോയി പറഞ്ഞു ഇനി ഞങ്ങൾ മേളിലേക്കില്ലെന്ന് പറഞ്ഞു. ഡിസ്ട്രിക്റ്റിൻ്റെ അതറ്റ മേളിൽ പോകണം. അത് നമ്മൾ പോകുന്നത് അതൊരു വലിയൊരു കാഴ്ച തന്നെ കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരോട് അത് അവിടെ ഇരിപ്പായി പോയി. അമ്മച്ചി പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് എന്തായാലും നമ്മളിവിടെ വരെ എത്തിയതല്ലേ, അത് കണ്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്നാൽ ഞാനും പോയേക്കാന്ന് വിചാരിച്ച് പോയി. അതൊരു ഭയങ്കരമായ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി എന്താ വനങ്ങളുടെ ഇടയിലൂടെ ഉള്ളൊരു യാത്ര പോലെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ രസകരമായ കാഴ്ചകളും ഇങ്ങനെയൊക്കെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴോ അങ്ങോട്ട് മുമ്പോട്ട് നടന്നു. അങ്ങോട്ട് നടക്കും തോറും ഇത് നീ കാണുന്ന പോലെ നമ്മൾ കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോയിൽ ഇത് നിരപ്പായി തോന്നുമെങ്കിലും നമ്മൾ താഴേന്ന് കയറി നമ്മൾ അതിൻ്റെ ഏറ്റവും വലിയൊരു കുന്നിൻ്റെ മുകളിലെത്തുന്ന ഒരു ഇതാണ്. പക്ഷെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ്. അതൊക്കെ നമ്മൾ ഒത്തിരി പേര് കൂടി കമ്പനി കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇത് കയറുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടറിയത്തില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ മുമ്പ് കിടക്കും, ഞാൻ പുറകെ കിടക്കും, വീഡിയോ എടുത്തുകൊണ്ട്. അപ്പോൾ അതിൻ്റേതായ നമുക്കൊരു സ്പിരിറ്റിലായിട്ട് ഒരു 5-6 ഫാമിലിക്കാരൊക്കെ കൂടി ഇങ്ങനെ നല്ല ജോളി അടിച്ചു പോകാനായിട്ട് അടിപൊളി മരങ്ങൾ ഇവിടെ ഏറ്റവും നല്ലൊരു സ്ഥലമാണ്. ഇവിടുന്ന് പോകുമ്പോൾ ലീക്ക് റോഡ് പോയിട്ട് പോകണം. നമുക്കൊരു 1.5 മണിക്കൂർ ആരോഗ്യമുള്ളവർക്കേ പറ്റുള്ളൂ ഉണ്ട് നമ്മൾ ലാസ്റ്റ് എത്തുന്ന ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴേക്കും. അപ്പം ഇത് നമ്മൾ നോക്കുന്നത് റബ്ബർതോട്ടം പോലെ തോന്നും, പക്ഷേ ഇത് നല്ല കാഴ്ചയാണ്. ഇവിടെ തീർന്ന ഞാനൊരു വടിയും കുത്തിപ്പിടിച്ച ഇതാണ് നമ്മൾ. പക്ഷേ ഇതിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുള്ളൂ. അതിൻ്റെ അകത്തുള്ള എന്തോ ഭംഗി മരങ്ങളൊക്കെ കാണണം. എല്ലാത്തിനും ഒരേ ഷേപ്പ് പോലെ നമുക്ക് കാണാൻ പറ്റുന്നത് ഉണ്ട്. അതിൻ്റെ ചില്ലകളെല്ലാം ശ്വാസം വിടുന്ന സൗണ്ടാണ്. ഇച്ചിരൂടെ നല്ല വലിയ സൂം ചെയ്തുള്ള ക്യാമറയിലൊക്കെ കിടക്കുന്നവർക്കൊക്കെ ഭംഗിയായിരിക്കും. ഞങ്ങളുടെ മൊബൈലിൽ തന്നെ എടുക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഇതിന് സെപ്പറേറ്റ് ക്യാമറയോ അങ്ങനെ ഇതൊന്നുമില്ല. ജസ്റ്റ് മൊബൈലിൽ എടുക്കും, ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. അങ്ങനെ പണ്ട് മുതൽ ചെയ്തുകൊണ്ടിരുന്നത് ചുമ്മാ ഒരു തമാശയ്ക്ക് തുടങ്ങിയ ചാനലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോൾ നമുക്ക് ഇത്രയും റീച്ചൊക്കെ എത്തിയും കൊണ്ട് നമ്മളിത് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നേ. അപ്പോൾ നോക്കിയപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാമോ. ഇത് നല്ല സൂം ചെയ്ത് വലിയ ക്യാമറയിൽ യു കെയിൽ ഒരു അടിപൊളി സ്ഥലം തന്നെ നമുക്ക് പറയാൻ പറ്റും. കാഴ്ചകളൊക്കെയാണ് അവിടെ ഇങ്ങനെ മുമ്പോട്ട് പോകും തോറും. പക്ഷെ ഞാൻ പകുതി എത്തിയപ്പോഴേക്കും എൻ്റെ ഹാർട്ടൊക്കെ കിടന്ന് തുടങ്ങുന്ന സൗണ്ട് കേൾക്കായിരിക്കും. പിന്നെ ഇവിടെ എത്തിയതല്ലേ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ നിർബന്ധിച്ചു. അപ്പം ഞങ്ങൾ രണ്ടുപേരോട് അങ്ങനെ പോയി ഇടയ്ക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതായ നല്ല വ്യൂസുകളൊക്കെ സൂപ്പർ പൊളി. അപ്പോൾ പിന്നെ ഒരു തിരിച്ചു പയ്യെ മുമ്പോട്ട് പോയി. അനി താഴെ മോനും അമ്മച്ചിയും കൂടെ ഇരുന്നിരുന്ന് മടുത്തു. ഇത് ഞങ്ങൾ 1 മണിക്കൂറിന് മേളിലായി കയറാൻ തുടങ്ങിയിട്ട്. പക്ഷെ അങ്ങോട്ടൊന്ന് എത്തിക്കിട്ടണ്ടേ. അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു വർത്തമാനമൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഒരു രസമാണ്. ഒറ്റയ്ക്ക് പോകുമ്പോൾ അതിൻ്റേതായ നമുക്ക് സമ്മർദ്ദങ്ങളും കയറാനുള്ള ബുദ്ധിമുട്ടുകളും ഇതുമെല്ലാം വരും. പിന്നെ എൻ്റെ ആരോഗ്യം വെച്ചോ അത്രയും കൂടെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. ആ റിസർവോയറാണ് നമ്മൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനുള്ളത്.
ഇത് നമ്മളതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇറക്കം പോലെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ തൊട്ട് പുറകിലാന്നൊക്കെ തോന്നും, പക്ഷേ അത് നല്ല കുത്തനെയായിട്ടുള്ള ഇറക്കവും കയറ്റമാണ്. അങ്ങോട്ട് പോകുമ്പോൾ കയറ്റവും തിരിച്ചു വരുമ്പോൾ. പക്ഷേ ചുറ്റുവട്ടത്തുള്ള ആ ഏരിയ കാണാനായിട്ട് എന്തോ ഭംഗിയെന്നറിയാമോ. പക്ഷേ എനിക്ക് അവിടെ വരെ എത്തിയപ്പോഴേക്കും ഞാൻ ടയർഡായി. എനിക്ക് ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. തിരിച്ചിറങ്ങുകയും വേണമല്ലോ, നമുക്ക് 1 മണിക്കൂറിൻ്റെ അടുത്തോട്ട് കയറിപ്പോയ സംഭവം. പിന്നെ ടൈം എടുക്കില്ല, തിരിച്ചിറങ്ങാനുള്ളതാണ് എൻ്റെ വടി. ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ എന്നെ കൊണ്ട് ഒരടി പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് യാത്ര മതിയാക്കി. അവിടെ നിന്ന് ഉള്ള വ്യൂസൊക്കെ എടുത്തു. പക്ഷേ അതിൻ്റെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു എൻഡ്, ഒരു വലിയൊരു പാറ, ആ പാറയുടെ മുകളിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അതിനാണ് പീക്ക് ഡിസ്ട്രിക്ട് എന്ന് തന്നെ പറയണത്. എനിക്ക് തോന്നുന്നു ഏറ്റവും മേളിലായിട്ടുള്ള പീക്ക് കയറി പറ്റും. നമുക്ക് താഴോട്ടുള്ള വ്യൂസൊക്കെ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും. ഞാനവിടെ എത്തിയത് എൻ്റെ കപ്പാസിറ്റി അവിടെ വരെ എത്തിയപ്പോഴേക്കും കയറാനുള്ള ഇത് തീർന്നു. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിന്നെ നിരപ്പായ വഴികളായിരുന്നു. പക്ഷെ എന്നാലും പിന്നെയും 10 മിനിറ്റ് കൂടുതൽ നടക്കാനുള്ള അവിടെ വെച്ച് നിർത്തി തിരിച്ചു പോരാനുള്ള പരിപാടികളിലേക്കൊക്കെ തുടങ്ങി. അപ്പം അവിടെ വെച്ച് ടയർഡായി കഴിഞ്ഞപ്പോൾ പിന്നെ ആ യാത്ര നിർത്തിയിട്ട് ഞങ്ങൾ തിരികെ പോന്നു. ഇപ്പം ഇനി താഴെ വന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മച്ചി ഞങ്ങളും കൊണ്ട് ആ റിസർവറിൻ്റെ അടുത്തേക്ക് അങ്ങ് പോയി. അതതിൻ്റെ അവർ എൻ്റെ ഡിസ്ക്രിപ്ഷനെല്ലാം എഴുതി അവിടെ ഇത് വെച്ചിട്ടുണ്ട്. ആ റിസർവർ എന്താണെന്നും എന്തിനു വേണ്ടിയുള്ളതെന്നൊക്കെ ഉള്ള അതിൻ്റെ യൂസൊക്കെ അവിടെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. കുറച്ച് പേരും അമ്മച്ചിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല, അത് കയറ്റം ഞാൻ കൊണ്ടുപോകാൻ നന്നായി. അങ്ങോട്ട് മുകളിലേക്ക് പോയായിരുന്നെങ്കിൽ അത് വിഷമിച്ചു പോയി. നമ്മൾ പകുതി എത്തുമ്പോൾ തന്നെ തിരിച്ചു പോരുവാറുള്ള അവസ്ഥയായിരുന്നു. ഇനി അപ്പോൾ അവരും പോകുന്നില്ല, പിന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെ പോയും കൊണ്ട് അതിൻ്റെ ആ ഒരു പൊള്ളി സംഭവം അല്ലേ നമുക്ക് ശരിക്കും അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു അടിപൊളി സ്ഥലമാണ്. നമ്മൾ പോയി നിന്ന സ്ഥലം മിസ്സാവും പോയില്ലെങ്കിൽ. അത്രയും നല്ല വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് പോരുമ്പോൾ തന്നെ കിട്ടുന്നത്. അതിലും നല്ല കാവലിന് ഭയങ്കരമായിട്ട് മിസ്സായി. അയ്യോ, ആൾക്കാർ കയറുന്നുണ്ടോ മലയിൽ കൂടെ? വീഡിയോ എടുക്കും. എന്തൊരു ഭംഗിയാ നോക്കിയേ. ഇത് നോക്കിയടോ കൂട്ടാപ്പി, നമ്മളൊരു എന്തോ ഒരു ചുരത്തിൻ്റെ ചുരം കയറുന്ന ഒരവസ്ഥ. മലയൊക്കെ നിൽക്കുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നപ്പോഴാണ് ഒറിജിനൽ ആയിട്ടുള്ള പീക്ക് ആ ഒരു റൂട്ടിൽ കൂടി ഞങ്ങൾ വന്നത്. അതിനേക്കാളും നല്ല വ്യൂ എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വീടിൽ വരെ ഒന്ന് കയറി വിഷമമായി. അങ്ങനെ ഞങ്ങൾ അവിടെ കയറാതെ ജസ്റ്റ് റിസോർട്ടിൻ്റെ അവിടെ മാത്രമല്ല സന്ദർശിച്ച് തിരിച്ചു വന്നത്. എന്തായാലും ഇനി ഒരു ദിവസവും കൂടെ ഒരു യാത്ര പോകണം. അത്രയ്ക്ക് നല്ല പ്ലേസാണ്. പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി എല്ലാവരും കൂടിയായിട്ട് അടിച്ചു പൊളിച്ചൊരു യാത്രയായിട്ട് പോരാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. കേരള എല്ലാവർക്കും ട്രൈ ചെയ്യണമെങ്കിൽ ലേഡി ബോവർ റിസർവോയർ പീക്ക് ഡിസ്ട്രിക്റ്റിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് അവിടെ എത്താൻ പറ്റും. പിന്നെ അത് ഡെർബിഷെയർ കൗണ്ടിയിലുള്ളതാണെന്നാണ് എൻ്റെ ഊഹം. അപ്പം അങ്ങനെ അടിച്ചു നോക്കിക്കഴിഞ്ഞിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. അതിമനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. ഫാമിലിക്കായിട്ട് കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതിൻ്റെ ആ ഭൂപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടോ. ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് മാത്രം പറ്റുന്ന ഒരു ഇതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ
വെറുതെ ഇങ്ങനെ നമ്മൾ ഒരു ബോറിംഗ് ആയിട്ട് പോയിട്ട് കാര്യമില്ല. ആ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് പോകുന്നവരാണെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് ആസ്വദിച്ച് പോരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തെ ഞങ്ങളുടെ യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണാൻ പറ്റുന്ന ഒരു നല്ല പ്ലേസാണ് ഇത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി.